ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1960-കളിൽ ഇൻഡക്ട് ചെയ്ത ഫ്ലൈറ്റ് എയർഫോഴ്സിന്റെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു MiG-21 എന്ന് പറയുന്ന ബിഗ് ഫ്ലൈറ്റുകൾ. നേരെ മറിച്ച് ഈ എയർഫോഴ്സിന്റെ ബാക്ക് ബോൺ ആണെങ്കിൽ പോലും ആ സമയത്തുള്ള ഇന്ത്യ റഷ്യ റിലേഷൻ എത്രത്തോളം മഹത്തരമായിരുന്നു എന്ന് കാണിക്കുന്നതും, അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇത്രയും ഇല്ലാതിരുന്ന കാലത്ത് ആണ് ഏതാണ്ട് 60 വർഷം മുമ്പ് എന്നൊന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ നമ്മൾ ഏതാണ്ട് 870ഓളം മിഗ് ഫ്ലൈറ്റുകളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ നമ്മളുടെ സ്റ്റെബിലിറ്റി, ഡിഫൻസ് ഫോഴ്സസിന്റെ ക്രെഡിബിലിറ്റി, ഡിഫൻസ് ഫോഴ്സസിന്റെ പവർ എത്രത്തോളം ആയിരുന്നു എന്ന് അന്ന് നമുക്ക് അത് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മഹത്തരമായിട്ടുള്ള റോളായിരുന്നു ഇന്ത്യൻ മിഗ് ചെയ്തിട്ടുള്ളത്. കാരണം 71-ലെ വാറില് മിഗിന്റെ റോൾ, MiG-21, അതായത് ധാക്കയില് ഒരു ഗവർണർ, പാകിസ്ഥാൻ ഗവർണറുടെ റെസിഡൻസ് റെയ്ഡ് ചെയ്യാന്, അതുപോലെ തന്നെ അവിടെ ബോംബാർഡ്മെന്റ് ചെയ്ത് ഗവർണറെ വെളിയിൽ ചാടിക്കാനും ഒക്കെ പ്രയോജനപ്പെട്ടിട്ടുള്ളത് ഈ മിഗാണ്. ഈ MiG-21 പകരമായിട്ട് പാകിസ്ഥാൻ യൂസ് ചെയ്യുന്നത് ബേസിക്കലി F-16 ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടു, ബാലാക്കോട്ട് അറ്റാക്കിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു എന്താ പറയാ, ഓപ്പറേഷൻ സഫേദ് സാഗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പാകിസ്ഥാന്റെ F-16 മിഗ് ഡോഗ് ഫൈറ്റ് മീൻസ് ക്ലോസ് കോണ്ടാക്ട്, ഡയറക്റ്റ് 1-to-1 ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈറ്റ് നടന്നപ്പോൾ പോലും മിഗ് സർവൈവ് ചെയ്തു എന്നുള്ളതാണ് മിഗിന്റെ ക്രെഡിബിലിറ്റി വീണ്ടും കൂട്ടിയത്. ആ സമയത്ത് തന്നെ ഇതിന് ഫെയർവെൽ കൊടുക്കാൻ പറ്റിയപ്പോഴും വീണ്ടും ഫെയർവെൽ ആവാതെ ഇരുന്നതിന്റെ ഒരു മെയിൻ കാരണവും കൂടി അതാണ്. കാര്യം അത്രയ്ക്കും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു നേഷൻസ് പ്രൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായിരുന്നു എയർഫോഴ്സിന്റെ ഈ മിഗ് എന്ന് പറയുന്നത്. അതായത് ഒരു എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ്സ് എല്ലാവരും A-to-Z ബേസിക് ട്രെയിനിങ് ബേസിക്കലി തുടങ്ങുന്നത് എല്ലാവരും മിഗ് പറത്തിയിട്ടുള്ളവരായിരിക്കും. മിഗ് പറക്കാത്ത ഒരു ഫൈറ്റർ പൈലറ്റ് പോലും എയർഫോഴ്സിലില്ല. അപ്പം ആ ഒരു ക്രെഡിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ റോൾ, അതായത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ ആ ഒരു റോള് ഇന്ത്യൻ വ്യോമസേന അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള റോള് മഹത്തരമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിനകത്ത് ക്രിറ്റിസിസവും വളരെ കൂടുതലുണ്ട്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതൽ ഇന്നേ നാഴിക വരെ ഏതാണ്ട് പകുതിയിലധികം ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു ഫ്ലൈയിങ് കുഫീൻ എന്നാണ് ചിലപ്പോൾ അതിനെ അറിയപ്പെടുന്നത്. അതായത് പറക്കുന്ന ചവപ്പെട്ടി എന്നൊക്കെ വിമർശകർ പറയാറുണ്ട്. അതിന്റെ കാരണം ഒന്നിലധികമോ ആക്സിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിമർശനം ഉണ്ടാവാറുണ്ട്. പക്ഷേ സക്സസ് റേറ്റ് നോക്കിക്കഴിയുമ്പോൾ MiG-21 സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. ആക്സിഡന്റ്സും പകുതിയിലധികം ഉണ്ടായിട്ടുണ്ട്. പകുതിയിലധികം നമുക്ക് നഷ്ടപ്പെട്ടത് ആക്സിഡന്റിലാണ്. അതിലേതാണ്ട് നിയർ അബൌട്ട് 180ഓളം പൈലറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എത്രയോ ഡ്യൂറേഷൻ കാലഘട്ടം നോക്കണം. അല്ലാതെ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ല ഇത്രയും നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് പകരമായിട്ട് നമ്മളിപ്പം ഈ ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തേജസ് എയർഫോഴ്സിൽ ഇൻഡക്ട് ചെയ്തതോടെ ഈ മിഗിന്റെ റോള് തേജസ് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. കാര്യം ഇപ്പം അതിനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇത് വരാൻ കഴിഞ്ഞ മെയില് സൂറത്ത് ഗഡിലാണ് ലാസ്റ്റ് മിഗിന്റെ ഒരു ക്രാഷ് ഉണ്ടാവുന്നത്. അതില് പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ 3 സിവിലിയൻസ്, അതായത് സാധാരണ ആൾക്കാര് ആ സൂറത്ത് ഗഡിൽ ഉണ്ടായിരുന്നവർ മരിച്ചു. അപ്പോൾ വീണ്ടും ക്രെഡിബിലിറ്റി കുറച്ചുകൂടി അതിനൊരു വിമർശനമായി. കാര്യം പഴയതായി എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്, അത് അറിയുകയും ചെയ്യാം. എന്ന് വെച്ച് നമ്മൾ ആ ഒരു ദേശത്തിന്റെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈ ലൈറ്റ് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ പ്രതിരോധത്തിൽ അങ്ങേയറ്റം ഒരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഒരു ഗവൺമെന്റിന്റെയോ ഒരു അഡ്വാൻസ്മെന്റോ അല്ലെങ്കിൽ ഫെയിലിയറോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഏറ്റവും നൂതനമായിട്ടുള്ള ആ സമയത്തുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു, ഒരു പർച്ചേസ് ആയിരുന്നു ഈ മിഗ് റഷ്യയുമായിട്ടുള്ള ഈ മിഗ് ഡീൽ എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ഒരു സംശയവും അതിനകത്തില്ല. കാര്യം റഷ്യ അങ്ങേയറ്റം നൂതനമായിട്ടുള്ള അവരുടെ ഒരു ക്രിയേഷൻസ് ആയിരുന്നു ഈ മിഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അവർ സപ്ലൈ ചെയ്യുകയും ചെയ്തു. അതിന് പകരമാണ് പിന്നെ US ആ സമയത്ത് പാകിസ്ഥാന് F-16 ഒക്കെ കൊടുത്തത്. എന്നിരുന്നാൽ പോലും മിഗ് എന്ന് പറയുന്നത്, മിഗിനുള്ള പെനിട്രേറ്റിംഗ് എഫക്ട് F-16 ഇല്ലായിരുന്നു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്.
എല്ലാ രീതിയിലും. കാര്യം പക്ഷേ ടെക്നിക്കൽ സ്നാഗ് കൂടുതലുള്ളത് മിഗിലായിരുന്നു. മിഗിൽ ടെക്നിക്കൽ സ്നാഗ് ഉണ്ട്. അതിൽ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നോർമലി പൈലറ്റ്സ് പറയാറുള്ളത്. നേരെ മറിച്ച് ആ മറ്റുള്ളിടത്ത് കുറച്ച് അത് ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുള്ള ഒരു ഇതാണ്. എന്നിരുന്നാൽ പോലും മിഗ് ചെയ്തിട്ടുള്ള ആ റോള് എന്ന് പറയുന്നത് വളരെ വളരെ എഫക്റ്റീവാണ്, വളരെ നല്ലതാണ് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ മിഗ് ഒരുപക്ഷെ ഡൽഹിയിലെ മ്യൂസിയത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ സെറിമോണിയൽ വിന്റേജ് ആയിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം സെറിമോണിയൽ പങ്കെടുക്കാതെ ആക്റ്റീവ് വാർ റോളിലല്ലാതെ സെറിമോണിയൽ ഫ്ലൈയിങ്ങിന് വേണ്ടി ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഈ മിഗ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് ആ ഒരു രീതിയിലായിരിക്കും മ്യൂസിയം അല്ലെങ്കിൽ സെറിമോണിയൽ ഫ്ലൈയിങ്ങിനൊക്കെ മിഗ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എന്താ പറയുക പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൈഡ് ആഠ്യത്വം പഴയ രീതിയിൽ ഉണ്ടായിരുന്നത് കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് തേജസ് ഉള്ളത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ഡിസഡ്വാൻറ്റേജും ഇല്ല എയർ ഫീൽഡില്. കാര്യം തേജസ് മിഗിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്, അത് വളരെയധികം എഫക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മിഗ് ഡീക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ഡിസഡ്വാൻറ്റേജും ഇല്ല എന്ന് നമ്മൾ പറയും. എന്നിരുന്നാലും ഇന്ത്യൻ ഫോഴ്സിന്റെ മൊത്തം കൂടിയുള്ള അഭിമാനമായിരുന്നു ഈ MiG-21 എന്ന് പറയുന്നത് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.